ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഓംസ് ലോവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ SSLCക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സമയം കളയാതെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുന്നുള്ളൂ. വെൻ 60 വോൾട്ട് is applied across the terminal of an electric heater, it passes a current of 4 ampere. അതായത് 60 വോൾട്ട് സപ്ലൈ ഒരു ഹീറ്ററിലേക്ക് കൊടുത്തപ്പോൾ 4 ആംപിയർ കറണ്ട് ആണ് അവിടെ ഉണ്ടായത്. ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 90 വോൾട്ട്, വാട്ട് വിൽ ബി ദ കറണ്ട്? അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം 90 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കുക. ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടായിരുന്നു. ഈ ഒരു ഹീറ്ററിൻ്റെ 2 ടെർമിനലിലും എത്ര വോൾട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്? അതിന് അക്രോസ് ആയിട്ടൊരു 60 വോൾട്ട് സപ്ലൈ കൊടുത്തു. അപ്പോൾ 60 വോൾട്ട് സപ്ലൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ വോൾട്ടേജ് കൊടുത്തത് 60 വോൾട്ടാണ്. അപ്പം നമുക്ക് കിട്ടിയ കറണ്ട് എത്രയാണ്? 4 ആംപിയർ കറണ്ട് ആണ് കിട്ടിയത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. 60 വോൾട്ട് കൊടുത്തപ്പോൾ 4 ആംപിയർ കറണ്ട് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഹീറ്ററിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തന്നെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ഓംസ് ലോ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓംസ് ലോയിൽ എന്താണ്? R ഈക്വൽ ടു V/I എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് R ആദ്യം കണ്ടുപിടിക്കുക. R ഈക്വൽ ടു V/I. വിന്റെ വാല്യൂ 60 ആണ്. അപ്പൊ 60 ഡിവൈഡഡ് ബൈ ഐന്റെ വാല്യൂ 4 ആണ്. 60/4 നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15 ഓം ആണ് ഈ ഒരു ഹീറ്ററിന്റെ റെസിസ്റ്റൻസ്. പറഞ്ഞു മനസ്സിലായോ? ഒരു ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് 15 ഓം ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ അവർ പറയുന്നു ഈ 60 വോൾട്ടിന് പകരം 90 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഈ 90 വോൾട്ട് കൊടുത്തപ്പോൾ കിട്ടുന്ന കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഒരു ഹീറ്ററിലേക്ക് റെസിസ്റ്റൻസ് നമുക്ക് 15 ഓം കിട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാറുന്നില്ല. ആ ഒരു ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും തന്നെയായിരിക്കും 15 തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. കേസ് നമ്പർ 2. ഓക്കെ, കേസ് നമ്പർ 2 രണ്ടാമത്തെ കേസ് എടുത്തു. രണ്ടാമത്തെ കേസിൽ നമ്മൾ എത്ര വോൾട്ടേജ് ആണ് കൊടുത്തത്? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞേ. നമ്മൾ 90 വോൾട്ടാണ് കൊടുത്തത്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും വോൾട്ടേജ് എത്രയാണ്? 90 വോൾട്ടേജ് കൊടുത്തു. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ റെസിസ്റ്റൻസ് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് Rന്റെ വാല്യൂ 15 ഓം തന്നെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഓംസ് ലോ അപ്ലൈ ചെയ്യുക. ഓംസ് ലോയിൽ പറയുന്നു എന്താണ്? V ഈക്വൽ ടു IR ആണ് അല്ലേ ഓംസ് ലോ. അപ്പം നമുക്ക് I ഈക്വൽ ടു V/R ആണ്. ഇക്വേഷൻസ് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം പഠിച്ചു വെച്ചോണേ, അടുത്ത ദിവസം എക്സാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് I ഈക്വൽ ടു വിന് പകരം ഇനി എന്ത് കൊടുക്കാം? 90 കൊടുക്കാം. Rന്റെ പകരം എന്ത് കൊടുക്കാം? 15 കൊടുക്കാം. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 15 നമുക്ക് കിട്ടുന്ന ആൻസർ 6 എന്താണ്? ആംബിയർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി വാട്ട് വിൽ ബി ദ കറന്റ് എന്നാണ് അല്ലേ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടുത്തെ കറന്റ് എത്രയാണ്? 6 ആംബിയർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ 1 by 1 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കുക, ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് ഒരിക്കലും മാറുന്നില്ല. അപ്പൊ വോൾട്ടേജ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് മാറും? കറന്റ് മാറും, പക്ഷെ റെസിസ്റ്റൻസ് മാറുന്നില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത നിമിഷം തന്നെ കാണാം കേട്ടോ.